സിസ്റ്റർ സൂസൻ ബിജു അല്ലേ? അതെ, വളരെ കുറച്ചു നാളത്തെ പരിചയമുള്ളെങ്കിലും വിശ്വാസ ജീവിതത്തിൽ സിസ്റ്ററിനോട് ഒരു വലിയ അടുപ്പം ദൈവം തന്നു. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുണ്ട്. ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളാണ്. എനിക്ക് ദൈവമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നപ്പോഴും ഞാൻ ഭയങ്കര ഭക്തയായിട്ട് ഒത്തിരിയും ദൈവ വിശ്വാസം നടിച്ചിരുന്ന അല്ലെങ്കിൽ ചിന്തിച്ചിരുന്ന ആശ്രയിച്ചിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ വിശ്വാസ പ്രമാണങ്ങൾക്കപ്പുറം ക്രിസ്തീയതയെ അക്സെപ്റ്റ് ചെയ്യാനേ തോന്നിയിട്ടില്ല. അതിന്റെ ഒരു ആവശ്യമില്ലെന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. അപ്പൊ ക്രിസ്തീയതയ്ക്ക് എതിരായിട്ട് ചിന്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ സത്യവേദ പുസ്തകം മനസ്സിലാക്കാൻ ദൈവം കൃപ തന്നു. ഏകദേശം 30 വയസ്സായപ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഞങ്ങൾ കുടുംബമായിട്ട് ദൈവത്തെ അറിയാനിടയായി. അങ്ങനെ അറിഞ്ഞു വന്നപ്പോ മനസ്സിലായി ഞാൻ അതുവരെ വലിയ തെറ്റിദ്ധാരണയിലായിരുന്നു. അപ്പോ ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലല്ലാത്തത് കൊണ്ട് അതെനിക്ക് ഒരു വലിയ കുറവായിട്ട് അപ്പോൾ തോന്നിയില്ല. പക്ഷെ ഞാൻ സിസ്റ്ററിനെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി സിസ്റ്റർ ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. അപ്പൊ അങ്ങനെ വളർത്തപ്പെട്ടിട്ടും സിസ്റ്ററിന് ക്രിസ്തുവായിട്ട് ബന്ധം ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പം എപ്പോഴാണ് സിസ്റ്ററിന് കർത്താവിനെ ശരിക്കും മനസ്സിലാക്കാൻ, ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ ഇടയായത്? അതിനുള്ള സാഹചര്യം എന്താ ഉണ്ടായെന്ന് പറയുമോ? ഞാൻ ശരിക്കും ഒരു പാരമ്പര്യ ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ അമ്മ മത്തമ്മ കുടുംബത്തിൽ നിന്നായതുകൊണ്ട് ഉപവാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഒക്കെ ഒരു ധാരണയുണ്ടായിരുന്നു. വേദപുസ്തക പഠനത്തിലാണെങ്കിലും അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ആ പാഠങ്ങളും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. എങ്കിലും ക്രിസ്തുവാണ് ഏക രക്ഷകൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഞാൻ പലരെയും ക്രിസ്തുവിനോട് ചേർന്ന് ആരാധിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. 2001 കുവൈറ്റിലെ ജോലിക്കായിട്ട് ഹസ്ബൻഡിന്റെ അടുത്തേക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോഴത്തേനും ഹസ്ബൻഡ് ഇങ്ങനെ പാരമ്പര്യമായിട്ടുള്ള ആ പള്ളികളിലൊന്നും പോകാതെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ പോകുന്നതായിട്ടാണ് കണ്ടത്. അപ്പൊ എന്നോട് അവിടെ ചെന്നപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കൂട്ടായ്മയിലാണ് പോകുന്നത്, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരിക, അല്ലെന്നുണ്ടെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ആദ്യത്തെ 1 മാസമൊക്കെ പള്ളിയിൽ പോയി. പിന്നെ ഹസ്ബൻഡ് പോകുന്ന കണ്ടപ്പോഴത്തേനും ആ കൂടെ കൂട്ടായ്മകൾക്ക് പോകാൻ തുടങ്ങി. അവിടെ ചെന്ന് ദേവദാസന്മാരുടെ പ്രസംഗവും അവരുടെ ഉപദേശവും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കിതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടായി. അങ്ങനെ ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തോട് എനിക്ക് പല ചോദ്യങ്ങളും ഉണ്ടായി. അപ്പൊ അതിനൊക്കെ എനിക്കൊരു ഉത്തരം കിട്ടണമെന്ന് വിചാരിച്ച് ഞാനൊരു 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് തന്നെത്താൻ തീരുമാനിച്ചു. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവം എന്നോട് സംസാരിക്കണം, വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ചെങ്കിൽ ഞാൻ ഈ മാർഗം സ്വീകരിക്കുമെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ഉപവാസത്തെ കുറിച്ചൊക്കെ അപ്പോഴും അറിയാമായിരുന്നു? ഉപവാസത്തെ കുറിച്ചൊക്കെ അറിയാം. എൻ്റെ അമ്മ മത്തമ്മ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അമ്മ ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിലെല്ലാം വെള്ളിയാഴ്ചകൾ ഉപവസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ദൈവവചനത്തിന്റെ ആണെങ്കിലും ആഴങ്ങളെ കുറിച്ചൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ കത്തോലിക്ക ഇതില് ജനിച്ചു വളർന്നതായതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിലേക്ക് കൂടുതലായിട്ട് പോകാതെ പാരമ്പര്യ ക്രിസ്തീയ വിശ്വാസത്തിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇങ്ങനെ 2001 ഹസ്ബൻഡ് അടുത്ത് പോയി കഴിഞ്ഞതിന് ശേഷമാണ് പ്രാർത്ഥനാ കൂട്ടായ്മകൾക്കകത്ത് പോയി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. വചനം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തോട് ഇടപെടുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്നെ എന്നോട് വ്യക്തമായിട്ട് സംസാരിച്ചു. ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത് കർത്താവ് ഏക രക്ഷകനായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷ നേടിയെടുക്കുവാൻ കഴിയുള്ളെന്നുള്ള ആ ഒരു സത്യം എൻ്റെ ഹൃദയത്തെ തുറക്കുവാനും ആ ഒരു മാർഗത്തിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കുവാനും എനിക്കൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം കർത്താവിനെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിക്കുവാനും ജലത്തിൽ സാക്ഷീകരിക്കുവാനും ഒക്കെയും സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് അവസരമൊരുക്കി തന്നു. 2021 ഏപ്രിൽ മാസം 12-ാം തീയതി കർത്താവിനെ സാക്ഷീകരിക്കുവാൻ സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ എനിക്ക് ഭാഗ്യം തന്നു. അത് എനിക്ക് ഒരു സംശയം എനിക്കിപ്പോ ക്ലിയർ ആയി. കാരണം ഞാൻ വന്ന പോലെ അല്ല സിസ്റ്റർ, പക്ഷേ സിസ്റ്ററിന് ആ ഒരു അടിസ്ഥാനം ദൈവം കുഞ്ഞുനാളിലെ തന്നുകൊണ്ടായിരുന്നു. എനിക്ക് സിസ്റ്ററിനെ പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യം വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ സിസ്റ്ററിന്റെ ജീവിതത്തിലേക്ക് ഒരു പ്രയാസം കടന്നു. അപ്പൊ ആ പ്രയാസം എന്ന് പറയുന്നത് ഇന്നിപ്പോ നമ്മൾ നോക്കുമ്പോൾ ഒരുവിധപ്പെട്ട മനുഷ്യരൊക്കെ ഏറ്റവും ഭയപ്പെട്ടു പോകുന്ന ഒരു രോഗമാണ്. അപ്പൊ നമുക്കറിയാം ക്യാൻസറിന് നല്ല ട്രീറ്റ്മെന്റുകളുണ്ട്. ഒരുപാട് പേര് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്, വിശ്വാസികൾ ജീവിക്കുന്നുണ്ട്, വിശ്വാസികളല്ലാത്തവർ ജീവിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ സിസ്റ്ററിന് ഇപ്പൊ അങ്ങനെ ഒരു അസുഖം വന്നിട്ട് സിസ്റ്റർ റിക്കവറായി വന്നതില് അല്ല എന്റെ അത്ഭുതം. സിസ്റ്ററിന് ആ അസുഖം വന്നത് മുതൽ സിസ്റ്ററിന്റെ വിശ്വാസ ജീവിതത്തെ വലിയ ചേഞ്ച് ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലായി. കാരണം സിസ്റ്ററിന്റെ വാക്കുകളിലൂടെ
എനിക്ക് ഒരു വലിയ ശുശ്രൂഷയാണ് കിട്ടുന്നത്, ഒരു വലിയ ശുശ്രൂഷയാണ് സിസ്റ്റർ. അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയണമെന്നുണ്ട്, എനിക്ക് മാത്രമല്ല പ്രേക്ഷകർക്ക്. കാരണം ക്യാൻസർ രോഗം എന്നുള്ളത്, സിസ്റ്റർ ഒരു നേഴ്സായിരുന്നു, പ്രത്യേകിച്ചും ഈ രോഗത്തെ കുറിച്ച് കാര്യമായിട്ട് അറിയാവുന്ന ആളുമായിരുന്നു അല്ലെ? അപ്പൊ സിസ്റ്റർ അതിനെ കുറിച്ച് ഒന്ന് പറയാം. അതായത് സിസ്റ്റർ അസുഖം വരുന്നതിന് മുന്നേ സിസ്റ്റർ ക്യാൻസറിനെ എങ്ങനെയാണ് കണ്ടിരുന്നതെന്ന് ആദ്യം പറയാം. എനിക്ക് ഞാൻ 2002 തൊട്ട് ഞാൻ കുവൈറ്റില് ക്യാൻസർ ഹോസ്പിറ്റലില് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി. ക്യാൻസർ ഹോസ്പിറ്റലിൽ തന്നെ? അതെ. അതിനു മുൻപ് ഞാൻ കേരളത്തിലായിരുന്നപ്പോൾ ക്യാൻസർ റീജിയണൽ ക്യാൻസർ സെന്ററിലും നഴ്സായിട്ട് 2 വർഷം വർക്ക് ചെയ്തിരുന്നു. ക്യാൻസറിനെ കുറിച്ച് എനിക്ക് ബേസിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നു. ക്യാൻസർ വന്ന രോഗികൾക്ക് ഒരു ടൈം ബീയിങ് ഒരു ക്യൂർ കിട്ടുമെങ്കിലും വീണ്ടും അത് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് ഉണ്ട്, ബേസിക്കലി ഉണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ ഞാൻ ഒരിക്കലും എനിക്ക് ക്യാൻസർ ആണെന്ന് ഞാൻ ചിന്തിക്കാൻ എന്നെ ദൈവം സമ്മതിച്ചിട്ടില്ല. ഒരു സാധാരണ ഒരു പനി എന്റെ ജീവിതത്തിൽ വന്നു, അതിനൊരു ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന രീതിയിൽ എന്റെ ഹൃദയത്തെ ദൈവം മാറ്റി. എനിക്കതുകൊണ്ട് എന്റെ ഹൃദയത്തിനകത്തൊരു ഭാരമോ പ്രയാസമോ ഒന്നും ഇന്ന് വരെയും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കൊരു ക്യാൻസർ ആണെന്നുള്ള ചിന്ത പലപ്പോഴും ഞാൻ മറന്നു പോകാറുണ്ട്. ഞാൻ കീമോതെറാപ്പി എടുത്തുകൊണ്ടിരുന്ന സന്ദർഭങ്ങളിൽ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇങ്ങനെ ചില സമയങ്ങളിൽ അതിവേദനയാൽ ഭാരപ്പെടുന്ന സമയത്ത് ഞാൻ എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ചിന്തിച്ചു, ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ കടന്നു പോകുന്ന വഴികൾ മറന്നു പോവുകയില്ല, അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള വേദനയിൽ കൂടെ ഞാൻ കടന്നു പോവുകയാണല്ലോ എന്ന് ചിന്തിച്ചു. പക്ഷെ എന്റെ കീമോതെറാപ്പി കഴിഞ്ഞപ്പോൾ നിമിഷ നേരം കൊണ്ട് എന്റെ ഹൃദയത്തിലെ ആ ഭാരവും വേദനയും ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടും ഒക്കെ ഞാൻ മറന്നുപോയി. ഇന്നിപ്പോ ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഞാൻ അനുഭവിച്ച വേദനയൊന്നും ഞാൻ ഇപ്പോൾ ഓർക്കുന്നേയില്ല. ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഞാൻ കടന്നുപോയ വഴികളെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല, ഇത്രയധികം പെയിൻ കൂടിയാണല്ലോ ഞാൻ കടന്നുപോയെന്ന് ഞാൻ ചിന്തിക്കുന്നത് പോലുമില്ല. അത്രയ്ക്ക് ഒരു മറവി എനിക്ക് ദൈവം തന്നിട്ട് ഞാനിപ്പോൾ വളരെ സന്തോഷമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കും. പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ 53-ാം അധ്യായത്തിൽ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അപ്പൊ സിസ്റ്ററിന്റെ വേദനകൾ കർത്താവ് ചുമന്നത് കൊണ്ട് സിസ്റ്റർ വിശ്വസിച്ചപ്പോ അത് സിസ്റ്ററിന് ആശ്വാസമായി അല്ലെ? അപ്പോ ഈ ക്യാൻസർ എന്നുള്ള രോഗം സിസ്റ്ററിന് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് നാളെ ആയിട്ടുള്ള അറിഞ്ഞിട്ടല്ലേ? ഒരു വർഷം ആയിട്ടില്ല. ഇല്ല. അറിഞ്ഞ സമയം മുതല് ഇതുവരെയുള്ള ട്രീറ്റ്മെന്റിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ദൈവം എങ്ങനെയാണ് സിസ്റ്ററിന് വേണ്ടിയിട്ട് അതെല്ലാം ക്രമേശ്വരം ചുരുക്കി പറയാം. എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനൊരു ക്യാൻസറിന്റെ തുടക്കമുണ്ടെന്ന് അറിഞ്ഞത് സെപ്റ്റംബർ കഴിഞ്ഞ 2024 സെപ്റ്റംബർ 25 എനിക്ക് ഡയഗ്നോസ്ഡ് ആകുന്നത്. ഓവറി ആണെന്നുള്ള ഡയഗ്നോസ്ഡ് ആകുന്നത്. ആ അറിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ഇവിടുത്തെ ട്രിവാൻഡ്രത്തുള്ള RCC പോയി ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട് കർത്താവ് എനിക്ക് വഴിയൊരുക്കി. അതായത് സിസ്റ്റർ അപ്പൊ കുവൈറ്റിലെ ജോലിയിലാണ്? അല്ല, ഞാൻ കുവൈറ്റില് 2018 ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നായിരുന്നു. നാട്ടിലായിരിക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ എനിക്ക് RCC പോയി ഫയൽ ഓപ്പൺ ചെയ്ത് അവിടെ ഫസ്റ്റ് കീമോതെറാപ്പി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ആണ് എൻ്റെ കുവൈറ്റിലുള്ള എൻ്റെ ഫ്രണ്ട്സും ഞാൻ കൂടെ വർക്ക് ചെയ്തിരുന്ന ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സും ഒക്കെ എനിക്കിങ്ങനെ രോഗമാണെന്ന് അറിഞ്ഞപ്പോഴത്തേനും അവരൊക്കെ എന്നെ ഓരോരുത്തരായിട്ട് വിളിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് നീ നാട്ടിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്? ഇത്രയും നാൾ നീ ഇവിടെ വർക്ക് ചെയ്തിട്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതുപോലുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് നീ എന്തിനാണ് നാട്ടിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്നത്? ഇവിടെ വന്നിട്ട് ഞങ്ങൾ നല്ല ട്രീറ്റ്മെന്റ് തരാം, ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടല്ലോ, നിന്നെ അറിയാവുന്ന എല്ലാവരും കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങി വാങ്ങുന്നു പറഞ്ഞിട്ട് എല്ലാവരും എന്നെ ഓരോരുത്തരായിട്ട് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങള് കുടുംബമായിട്ട് തീരുമാനമെടുത്ത് തിരിച്ച് കുവൈറ്റിലേക്ക് തന്നെ പോയി ട്രീറ്റ്മെന്റ് അവിടെ കണ്ടിന്യൂ ചെയ്യാമെന്ന് ചിന്തിച്ചു. പിന്നെ ഫസ്റ്റ് കീമോതെറാപ്പി ഇവിടെ നാട്ടിലെടുത്തതിന് ശേഷം രണ്ടാമത്തെ കീമോതെറാപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒക്ടോബർ മാസത്തില് കുവൈറ്റിലേക്ക് വീണ്ടും തിരിച്ച് കടന്നു ചെല്ലുവാൻ തീരുമാനമെടുത്ത് കടന്നുപോയി. ബാക്കി ട്രീറ്റ്മെന്റ് അവിടെ ബാക്കി കീമോതെറാപ്പി ഒക്കെ എടുത്തു. അതൊക്കെ വളരെ അത്ഭുതകരമായിട്ടാണ് നടത്തിയത്. എനിക്ക് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ദൈവം ആൾക്കാരെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡിസംബർ മാസത്തിൽ എൻ്റെ സർജറി ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പം ഞാൻ ഒരു തീരുമാനം എടുത്തിരുന്നു, കീമോതെറാപ്പി കുവൈറ്റിലെടുത്താലും സർജറിക്ക് വേണ്ടി നാട്ടിൽ തിരിച്ചു വരാമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ ദൈവത്തിൽ നിന്ന് എനിക്കൊരു ഇടപെടൽ ഉണ്ടായതിന്റെ ഫലമായിട്ട് സർജറിയും അവിടെ തന്നെ ചെയ്യാമെന്ന് തീരുമാനം എടുത്തു. അതും വളരെ അത്ഭുതകരമായിട്ട് എൻ്റെ സർജറിയൊക്കെ വളരെ അതിശയകരമായിട്ട് ദൈവം ചെയ്ത്
എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വരുവാനൊക്കെ സാധിച്ചു. മേജർ ഓപ്പറേഷൻ ചെയ്ത് 5th ഡേയിൽ തന്നെ 2024 അവസാനത്തെ ദിവസം തന്നെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് ആരോഗ്യത്തോടു കൂടി വരുവാൻ സഹായിച്ചു. അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു എന്റെ ട്രീറ്റ്മെന്റിന്റെ ഓരോ കാര്യങ്ങളും അവിടെ നടന്നു പോയത്. ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് പോകുന്ന ഒരു സ്റ്റാഫായിട്ടും 6 വർഷമായി അവിടുന്ന് റിസൈൻ ചെയ്ത് പോകുന്ന സ്റ്റാഫായിട്ടും അവിടെ വർക്ക് ചെയ്യുന്ന പലർക്കും കിട്ടാത്ത കൺസിഡറേഷൻസ് ഒക്കെ എനിക്ക് കിട്ടുവാൻ കർത്താവ് വഴിയൊരുക്കിയിരുന്നു. അതിനായിട്ട് ദൈവം ദൂതന്മാരെ പോലെ ചില വ്യക്തി ജീവിതങ്ങളെ അവിടെ ഒരുക്കുകയും, അതുപോലെ എന്റെ ഭവനത്തിലെ എന്റെ കീമോതെറാപ്പിക്ക് ശേഷവും സർജറിക്ക് ശേഷവും ഒക്കെ എനിക്ക് വേണ്ടുന്ന ഭക്ഷണവും എനിക്ക് വേണ്ടുന്ന ആവശ്യമുള്ള കാര്യങ്ങളും സഹായങ്ങളും എല്ലാം ചെയ്തു തരാൻ ദൈവം ഓരോരുത്തരെയും അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതില് സിസ്റ്റർ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ആന്റിക്ക് 10 ദിവസം എന്തോ ടിക്കറ്റ് കിട്ടാതെ വന്നിട്ട് അതെ എന്റെ സർജറി കഴിഞ്ഞ ആദ്യത്തെ ആ 10 ദിവസം എന്നെ സഹായിക്കാൻ എന്റെ ഭവനത്തില് ഒരു സിസ്റ്റർ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നു. മോളെ, എനിക്ക് 10 ദിവസം കഴിഞ്ഞിട്ടേ എനിക്ക് നാട്ടിൽ പോകാൻ ഒരു ടിക്കറ്റ് ഉള്ളൂ. ഈ 10 ദിവസം മോളെ എന്ന് വന്ന് സഹായിക്കട്ടെ എന്ന് ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചു. ആ 10 ദിവസം എനിക്ക് ആവശ്യമായിരുന്നു. ആ സഹോദരി വന്ന് എന്നെ ശുശ്രൂഷിക്കുവാൻ ദൈവം ഇടയാക്കി. അതുപോലെ തന്നെ ഞാൻ ആ കുവൈറ്റിൽ കടന്നു ചെന്ന സമയത്ത് മാനസികമായിട്ട് പെട്ടെന്ന് നമ്മൾ ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ തകർന്നു പോകാൻ ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആ സമയത്ത് ഞാൻ ഇത്രയും ബലപ്പെടാൻ കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 2 സഭയുണ്ടായിരുന്നു. എന്റെ മാതൃസഭയായ കുവൈറ്റിലെ സഭയും ഞാൻ നാട്ടിൽ കൂടുന്ന IPC ജയോത്സവം ചർച്ചിലെ സഭയിലെ പാസ്റ്റർമാരും അവരുടെ കുടുംബവും അവിടുത്തെ വിശ്വാസികളെല്ലാം എനിക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് പരസ്പരം, അല്ലെ, തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിന് എന്ന് കർത്താവ് പറയുന്നത്. അപ്പൊ കുവൈറ്റിലും സിസ്റ്ററിന് വേണ്ടി ദൈവം അങ്ങനെ ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഒരുക്കി, ഇവിടെ നാട്ടിലും ഒരുക്കി. ഈ കൂട്ടായ്മയോടൊപ്പം സിസ്റ്ററിന് കൂട്ടായ്മ ബന്ധത്തിൽ നിന്നാണേലും അല്ലെങ്കിലും ഇങ്ങനെ ഒരു അനർത്ഥം വരുന്നതിന് മുന്നേ എന്തെങ്കിലും സൂചന ദൈവം തന്നിരുന്നു? തീർച്ചയായിട്ടും ഞാൻ 2024 നമ്മളുടെ ഇയറിന്റെ സമയത്ത് 21 days ഫാസ്റ്റിങ്ങില് ഞാൻ കുവൈറ്റിലായിരുന്ന സമയത്ത് അടുപ്പിച്ച് ഒരു 4-5 ദൈവദാസന്മാർ എന്നോട് ദൂത് പറയുകയുണ്ടായി. ഞാൻ ഒരു പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമെന്നും അതിൽ നിന്ന് ദൈവം പൂർണ്ണമായിട്ട് എന്നെ പുറത്തു കൊണ്ടുവരുമെന്നും എനിക്ക് ഒരു ശുശ്രൂഷ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നും എല്ലാം എന്നോട് വ്യക്തമായിട്ട് ദൂത് പറയുവാൻ കാരണം. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ക്യാൻസർ എന്ന രോഗത്തിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നതെന്ന് ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ഇതൊക്കെ എന്നെ ബലപ്പെടുത്തിയിരുന്നു. അത് കാരണമാണ് ഈ രോഗമാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഒട്ടും പരിഭ്രമിക്കാതെ കർത്താവിൽ തന്നെ ആശ്രയിച്ച് വിശ്വസിച്ച് നിൽക്കാൻ കാരണമായി തീർന്നത് ദൈവദാസന്മാരുടെ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് മുന്നമേ അറിയിച്ചത് കൊണ്ട് എന്റെ ഹൃദയത്തെ എനിക്ക് ബലപ്പെടുത്തുവാൻ സാധിച്ചു. അതുകൂടാതെ കർത്താവിൽ ആഴമായിട്ട് ഞാൻ വിശ്വസിച്ചിരുന്നു. ഞാൻ ക്യാൻസർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരിക്കൽ പോലും ഞാനൊരു ടെസ്റ്റിങ്ങിന് കടന്നു പോയിട്ടില്ല. ഒരു അൾട്രാസൗണ്ട് ചെയ്യാനോ ഒരു മാമോഗ്രാം ചെയ്യാനോ ഒരു MRI ചെയ്യാനോ CT സ്കാൻ ചെയ്യാനോ ഒന്നും ഞാൻ ഒരിക്കലും കടന്നു പോയിട്ടില്ല. എനിക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ പോയി കടന്നു പോയിട്ടില്ല. കാരണം എപ്പോഴും എന്റെ ഹൃദയത്തിനകത്ത് അടിയുറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്റെ കർത്താവ് അറിയാതെ എന്റെ തലയിലെ ഒരു മുടി താഴെ വീഴുകയില്ലെന്നുള്ള ഉറച്ച വിശ്വാസം എന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. എന്തെങ്കിലും കാര്യത്തില് ഒരു സംശയം എന്റെ ഹൃദയത്തിൽ വന്നാൽ അപ്പൊ ഞാൻ ഈ ദൈവത്തിന്റെ വചനം എടുക്കും. എന്റെ കർത്താവ് അറിയാതെ എന്റെ തലയില് ഞാൻ തലയിലെ മുടി താഴെ പോവുകയില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂടി ഞാൻ കടന്നു പോയപ്പോൾ ഞാൻ ആദ്യം അതാണ് ചിന്തിച്ചത്, എന്റെ കർത്താവ് അറിയാതെ എന്നെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ കൂടെ കടന്നു പോകാനുള്ള കൃപ ദൈവം എനിക്ക് തരുമെന്നുള്ള അട്ടിയുറച്ച വിശ്വാസം എന്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് എനിക്ക് ഒരു പരിഭ്രമവും തോന്നിയിട്ടില്ല. ഇന്ന് വരെയും എനിക്കതിനെ കുറിച്ചൊരു യാതൊരു സംശയം ഇല്ലാതെയാണ് ഞാൻ ഇതിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് കർത്താവ് പൂർണ്ണ സൗഖ്യം തന്നു, അതിലൂടെ എന്നെ ദൈവം നടത്തും എന്നുള്ള ആഴത്തിലുള്ള വിശ്വാസം. അതിനു വേണ്ടിയിട്ട് എന്നെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ ദാസന്മാരെ എന്റെ ഭവനത്തിൽ അയച്ച ദൈവമാണ് എന്റെ ദൈവം. ഞാൻ കുവൈറ്റില് ഒക്ടോബറിൽ ട്രീറ്റ്മെന്റിനായിട്ട് കടന്നുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്നും സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സിസ്റ്റർ LC ജോസഫും ബാബു ജോസഫ് എന്ന് പറയുന്ന 2 ഭാര്യയും ഭർത്താവുമാണ്. അവർ ലോകമെമ്പാട് സഞ്ചരിച്ച് കർത്താവിന്റെ സുവിശേഷം പ്രചരിപ്പിക്കുന്ന വ്യക്തികളാണ്. അവിചാരിതമായിട്ട് എന്റെ ഭവനത്തിനകത്ത് കടന്നു വന്ന് എന്നെ ആശ്വസിപ്പിക്കുവാൻ കാരണമായി തീർന്നു. ഒരിക്കലും ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത വ്യക്തികളാണ് അവർ. വേറെ ഇറാഖിലോട്ടോ എവിടെയോട്ടോ സുവിശേഷവുമായിട്ട് കടന്നു പോകുന്ന വ്യക്തികളായിരുന്നു. പക്ഷെ എന്തോ ചില സാങ്കേതിക പ്രശ്നങ്ങളിൽ അവർക്കൂടെ കടന്നു പോകുവാൻ സാധിക്കാതെ അവർ ഒരിക്കൽ പോലും അവരുടെ പ്ലാനിങ്ങിൽ ഇല്ലാത്ത കുവൈറ്റിലേക്ക് കടന്നു വരുവാൻ കാരണമായി.
കുവൈറ്റില് കടന്നു വന്നത് എന്റെ ഹസ്ബൻഡിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്കാണ് കടന്നു വന്നത്. അങ്ങനെയാണ് എന്റെ വീട്ടിൽ കടന്നു വരാൻ കാരണമായി തീർന്നത്. ദൈവം അയച്ചിട്ട് രണ്ടുപേരെ എന്റെ ഭവനത്തിൽ കടന്നു വന്ന് ഞാൻ വളരെ വിഷമത്തിൽ കൂടെ കടന്നു പോകുന്ന ആ സാഹചര്യത്തില് എന്നെ ആശ്വസിപ്പിക്കുവാൻ, ശക്തീകരിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാരെ പോലെ എന്റെ ഭവനത്തിൽ അയച്ചപ്പോൾ ആ ദാസനും ദാസിയും കൂടെ എന്നെ ഒത്തിരി വചനത്തിൽ ബലപ്പെടുത്തുകയും എന്നെ എന്റെ മേൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. കർത്താവ് അയച്ചിട്ട് അവർ വന്നുവെന്നും അവരെന്നെ ആശ്വസിപ്പിക്കാൻ വന്നതാണെന്നും ദൈവത്തിന്റെ പ്രത്യേക പദ്ധതി എന്റെ മേലുണ്ടെന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതിലൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മള് ഇപ്പൊ വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് സിസ്റ്റർ ഇങ്ങനെ ഞാൻ ഒരു ഇന്റർവ്യൂവിലേക്ക് ക്ഷണിച്ചത്. കാരണം പ്രവചനം തുച്ഛീകരിക്കരുതാണ് ദൈവവചനത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പ്രവചനങ്ങളൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. വരുന്ന പ്രവചനങ്ങൾ മാല പോലെ ഇങ്ങനെ വരികയാണ്, ശരിക്കും മഴവെള്ള പാച്ചിൽ പോലെ വരികയാണ്. പക്ഷെ അതിൽ പലതും നടക്കുന്നില്ല, അല്ലെങ്കിൽ പല പ്രവചനങ്ങളുണ്ട് തെറ്റിക്കുന്നുണ്ട്. അപ്പൊ സിസ്റ്റിന്റെ അടുത്തേക്ക് ദേവദാസന്മാർ വന്ന് അറിയിച്ചത് നല്ല ദൂതല്ല. ശരിക്കും വന്നിട്ട് അറിയിച്ച പ്രവചനം എന്ന് പറയുന്ന സിസ്റ്റിനെ ഉയർത്താൻ പോകുന്നു, മാനിക്കാൻ പോകുന്നു, അല്ലെ അനുഗ്രഹിക്കാൻ പോകുന്നു. ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള പ്രവചനം സിസ്റ്റിന് കിട്ടി. ആ പ്രവചനം കിട്ടിയത് എന്താണ്? വരാൻ പോകുന്ന ഒരു വലിയ ശോധനയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ പ്രവചനം സിസ്റ്റിനെ ശക്തീകരിക്കുകയും ചെയ്തു. അപ്പോ എനിക്ക് സിസ്റ്ററിന്റെ സാക്ഷ്യം കേട്ടപ്പോ മനസ്സിലായത്, സിസ്റ്ററിനോട് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിനുള്ള സ്നേഹം അതാണ്. അതായത് നല്ലത് ശോധന ചെയ്ത് മുറുകെ പിടിക്കാനുള്ള ഒരു മനസ്സുണ്ട്. നമ്മളിപ്പോ കാണുന്നത് ഒരുപാട് പേര് എന്നോട് ചിലർ പറയും, സിസ്റ്റർ ഒന്ന് പ്രവചിക്കുമോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ശുശ്രൂഷയായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ചിരിച്ചു പോയിട്ടുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ. കാരണം അങ്ങനെ അങ്ങ് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രവചിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. പക്ഷെ ചുമ്മാ പറയാം അല്ലെ, ദൈവം 3 മാസത്തിനുള്ളിൽ മാനിക്കും അങ്ങനെ. അപ്പൊ സിസ്റ്റിനെ ദൈവം ശരിക്കും പറഞ്ഞാൽ പ്രവചനാത്മാവിലാണ് കാര്യങ്ങൾ അറിയിച്ചത്. സിസ്റ്റിന്റെ സിസ്റ്റർ കടന്നു പോയിക്കൊണ്ടിരുന്ന സഭയിൽ. അപ്പൊ സിസ്റ്റിന് യാതൊരു സൂചനയില്ല അല്ലെ. ഞാൻ സിസ്റ്ററിനെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ മനസ്സിലായത്, സിസ്റ്ററിന്റെ വീടൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സിസ്റ്റർ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്ന രീതിക്ക് ഭക്ഷണത്തിൽ പോലും വളരെ ശ്രദ്ധിച്ചിരുന്നതാണ് അല്ലെ. ഇന്നത്തെ സമൂഹത്തില് ക്രിസ്ത്യാനികളാണ് ഭക്ഷണത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാത്ത, ഒരു ശ്രദ്ധയില്ലാത്ത. ആ സ്ഥാനത്ത് സിസ്റ്റർ സ്വന്തമായിട്ട് വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കി ആ വീട്ടിലുള്ള എല്ലാവരുടെയും ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു മാതൃകയുള്ള ഒരു കുടുംബിനെയാണ്. ശരിക്കും മാതൃകാ കുടുംബിനെയാണ്, അതായത് സദൃശവാക്യത്തിൽ പറയുന്നത് പോലുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നിട്ട് സിസ്റ്ററിനെ ദൈവം അറിയിച്ചു. അപ്പൊ സിസ്റ്റർ ഇപ്പൊ പറഞ്ഞ പോലെ അമേരിക്കയിൽ നിന്ന് വന്ന ആ കപ്പിൾസും സിസ്റ്ററിന്റെ അടുത്ത് വന്ന് ശുശ്രൂഷ ചെയ്യാൻ ദൈവം ഒരുക്കി. അതുപോലെ എനിക്ക് മനസ്സിലായ സിസ്റ്റർ പാട്ട് എഴുതിയിട്ടുണ്ട്, മനോഹരമായ പാട്ട്. ഞാനത് കേട്ടതാണ്. ആ പാട്ടിന് ശേഷം പിന്നെ പാട്ട് എഴുതിയായിരുന്നു. അതെ, ഞാൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഒന്നും പബ്ലിഷ് ചെയ്തില്ല. ചെയ്യണം കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണത്. അപ്പം അതില് ബ്ലസ്സഡ് മാമിന് ബ്രദറുമായിട്ട് ബന്ധമുണ്ട്. അതിനെ കുറിച്ച് ഒന്ന് പറയാം. നമുക്ക് നല്ലൊരു സ്പിരിച്വൽ അനുഭവമാണ് ബ്രദറിന്റെ പാട്ടുകളൊക്കെ. ബ്ലസ്സഡ് മാമിന്റെ ബ്രദറ് ഞാൻ കുവൈറ്റിലായിരുന്ന സമയത്ത് അവിടെ ശുശ്രൂഷിക്കുവാൻ വന്നപ്പം നമ്മള് സാധാരണ പരിചയപ്പെടുന്ന പോലെ പരിചയപ്പെട്ടാണ്. പക്ഷെ ഞാൻ എഴുതിയ ഒരു പാട്ടിന്റെ മുഖവര അത് പറയുവാൻ വേണ്ടിയിട്ട് ബ്ലസ്സഡ് മാമിന്റെ പാസ്റ്റർ സമയം കണ്ടെടുത്തായിരുന്നു. എന്റെ ഫ്രണ്ടിന്റെ മോള് സാറയാണ് ഞാൻ എഴുതിയ പാട്ട് പാടിയത്. സാറയും മേമൻ പാസ്റ്ററും നല്ല സുഹൃത്ബന്ധത്തിലായതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു രോഗത്തിൽ കൂടെ ഞാൻ കടന്നു പോകുന്നു എന്നുള്ള വിവരം അവള് പാസ്റ്ററിനെ അറിയിക്കുകയും അങ്ങനെ കുവൈറ്റിൽ വീണ്ടും വന്ന സമയത്തായിരുന്നു ഞാനിവിടെ RCC ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ആ സമയത്ത് പാസ്റ്റർ എന്നെ വിളിക്കുകയും ആശ്വസിപ്പിക്കുകയും എന്നോടൊരു ദൈവത്തിന്റെ വചനം പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് സിസ്റ്റർ ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം എന്നോട് പറയുന്നതെന്ന് പറഞ്ഞു. അതും എന്നെ ഒരുപാട് ബലപ്പെടുത്തി. ഞാൻ ആ സങ്കടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അപ്പോൾ എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ശക്തമായി ഇടപെട്ടു. ഞാൻ കരയാനുള്ളവളല്ല, ഞാൻ ഭാവിയെ നോക്കി പുഞ്ചിരിക്കുവാനുള്ളതാണ്. അതെന്നെ അടിസ്ഥാനപ്പെടുത്തി എന്ന് ദൈവവചനത്തിൽ ഒന്നുകൂടെ അടിസ്ഥാനപ്പെടുത്തി എന്ന് തന്നെ പറയാം. ആ സാക്ഷിയാണ് ഇപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്നത്. അതായത് സിസ്റ്റർ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു ക്യാൻസർ പേഷ്യന്റിനല്ല ഞാൻ കാണുന്നത്. ഞാൻ അങ്ങനെ പറയുന്നത് ആർക്കെങ്കിലും വേദന ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല കാണുന്നത്. കർത്താവിന്റെ ആ പ്രത്യാശ നിറഞ്ഞ ഹൃദയത്തോടുകൂടി വിശ്വാസത്തോടുകൂടി പുഞ്ചിരിക്കുന്ന സ്ത്രീകളുടെ ഒരു നല്ല ഗുണമായിട്ടാണ് സദൃശവാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ദേവദാസന് അങ്ങനെ ഒരു ദൂത് പറയാൻ ആ ദൂത് പോലെ തന്നെ ആയിത്തീർന്നു അല്ലെ. ട്രീറ്റ്മെന്റുകൾ കഴിഞ്ഞപ്പോ പുഞ്ചിരിക്കുന്ന, ഭാവി നോക്കി പുഞ്ചിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു. സിസ്റ്റിന് എപ്പോഴെങ്കിലും ദൈവത്തിന്റെ ശബ്ദം കേട്ട അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
ഭാവിയെ നോക്കി പുഞ്ചിരിക്കും. പുഞ്ചിരിക്കുന്നത്. അതായത് ഈ രോഗം ഒരു നിസ്സാര കാര്യമായിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിലെ ഇതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിൽ നിന്ന് ഇപ്പൊ ദേവദാസന്മാരുടെ വ്യക്തമായ ദൂത് കിട്ടി. അതായത് ഇങ്ങനെ ഒരു ശോധനയോട്ട് പോകുന്നതും കിട്ടി, അതുപോലെ പോയി കഴിഞ്ഞിട്ട് എന്താവുമെന്നും കിട്ടി. സിസ്റ്ററിന്റെ പ്രാർത്ഥന ജീവിതത്തില് ദൈവമായിട്ടുള്ള ഇടപെടൽ എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു അനുഭവം? ഈ ദൈവദാസന്മാർ എന്നോട് ദൂത് പറഞ്ഞപ്പോൾ ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞത്, നീ ഇന്ന് വരെ എക്സ്പീരിയൻസ് ചെയ്യാത്തത് നീ എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് പറഞ്ഞു. ശരിയാണ്. ഞാൻ ഈ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഒരുപാട് പേഷ്യൻസിന് കീമോതെറാപ്പി കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ കടന്നു പോകുന്ന ആ വേദനയും പ്രയാസവും ഒന്നും എനിക്ക് അത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാനത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പലരോടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പല വേദനകളും നമ്മൾ ഇത് എടുത്തു കഴിയുമ്പോൾ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും നമുക്ക് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. ആ സമയത്തൊക്കെ ഞാൻ ദൈവത്തോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ കാലം എന്റെ മേൽ ആ സമയത്തൊക്കെ ഇറങ്ങി വരുമായിരുന്നു. ഞാൻ കർത്താവിനോട് പറയും, കർത്താവ് ഞാൻ ഇന്ന വേദനയിൽ കൂടെ കടന്നു പോകുന്നു, കർത്താവെ നീ എന്നോട് ഇടപെടണേ, നീ എനിക്ക് സൗഖ്യം തരണേ, നീ എന്റെ വേദനയെ കുറച്ച് തരണേ. ഒരു മനുഷ്യർക്ക് എന്നെ ശരിക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുകയില്ല. അപ്പോഴെല്ലാം ദൈവത്തിന്റെ കാര്യം ഇറങ്ങി വരുന്നു. അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ദൈവത്തിന്റെ കാര്യം ഇറങ്ങി വന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നീട് ദൈവത്തിന്റെ വചനം എനിക്ക് ചില നേരത്ത് പെട്ടെന്ന് മാനുഷികമായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ ഞാൻ ചിന്തിക്കും, എന്തുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊരു ഭയം തോന്നുന്നില്ല? മറ്റുള്ളവരൊക്കെ ക്യാൻസർ ആണെന്ന് കേൾക്കുമ്പോഴേ എല്ലാവരും ഇല്ല, കുറച്ചാൾക്കാരെങ്കിലും ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പോകാറുണ്ട്. ചിലരൊക്കെയും മറ്റുള്ളവരോട് സംസാരിക്കാനും മറ്റുള്ളവരോട് ഇടപെടാനും ഒക്കെ അവർക്കൊരു വിമുഖത വരാറുണ്ട്. അറിയുകയും ചെയ്യാം. എനിക്ക് ഒരു ക്യാൻസർ പേഷ്യന്റ് എത്രമാത്രം മുന്നോട്ട് പോകാം, കീമോതെറാപ്പി എടുത്താലും റേഡിയേഷൻ എടുത്താലും സർജറി ചെയ്താലും അവർക്ക് എത്രമാത്രം മുന്നോട്ട് പോകാം എന്നറിഞ്ഞിരുന്നിട്ട് പോലും എന്തുകൊണ്ട് എനിക്ക് ഹൃദയത്തിനകത്തൊരു ഭയപ്പാട് വരുന്നില്ല? ഞാൻ എന്തുകൊണ്ട് ഇതിനെ ഭയത്തോട് കാണുന്നില്ല? കാരണം എന്റെ ചുറ്റും നിൽക്കുന്ന ഒരു വിശ്വാസികളല്ലാതെ എന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും എന്നെ കാണുന്ന ഒരു സഹതാപത്തോടു കൂടിയാണ്. അവരൊക്കെ ചിന്തിക്കുന്നത് ഞാൻ ഒരു 6 മാസം ഈ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞ് വീണ്ടും ഈ രോഗത്തിലേക്ക് തിരിച്ചു പോകും, അല്ലെങ്കിൽ ഞാൻ വീണ്ടും രോഗത്തിന് അടിമയായി തീർന്നിട്ട് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുന്നു. പക്ഷെ ഒരിക്കൽ പോലും എന്റെ ഹൃദയത്തിനകത്ത് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. എന്റെ മുന്നോട്ടുള്ള ഭാവി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അത് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. എന്നിരുന്നാലും ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഞാൻ മരിച്ചു പോയാൽ കൂടി എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം കർത്താവിനെ അത്രയ്ക്ക് അടുത്തറിയാനും രുചിച്ചറിയുവാനും ഈ സന്ദർഭം എനിക്ക് കാരണമായി തീർന്നു. ഈ സെപ്റ്റംബർ മുതൽ ഈ ദിവസം വരെ സമയം അല്ലെ? അതെ അതെ. അപ്പൊ നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ എനിക്ക് കഷ്ടത വന്നത് എനിക്ക് ഏറ്റവും ഗുണമായി. കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് ചിലതൊക്കെ അടുത്ത് അറിഞ്ഞ് പഠിക്കുവാനായിട്ട് ഇത് നമുക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് സിസ്റ്റർ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാറുണ്ട്. ഞാൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് സിസ്റ്റർ പറഞ്ഞ പോലെ കുറെ ക്വസ്റ്റ്യൻസ് ദൈവത്തോട് ചോദിക്കാറുണ്ടായിരുന്നു. ശരിക്കും രോഗശാന്തിയൊക്കെ സത്യമാണ്, അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ. അപ്പോ 2016 ഞാൻ ശരീരത്തിലെ രോഗശാന്തി അനുഭവിച്ചറിയുന്നത്. അങ്ങനെ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കർത്താവിന്റെ ശബ്ദം കേട്ടു, എനിക്ക് ചികിത്സ വേണ്ടാന്ന് കർത്താവ് പറഞ്ഞു. അതിനുശേഷം ഈ 2025 വരെ ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടില്ല. ഒരുപാട് രോഗങ്ങളിൽ കർത്താവ് അത്ഭുത സൗഖ്യം തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ അത്ഭുത സൗഖ്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. കർത്താവിന് അത് ചെയ്യാൻ കഴിയും. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ച കർത്താവിന്, നമ്മുടെ വേദനകളെ ചുമന്ന കർത്താവിന് അവിടുത്തെ അടിപ്പിണറുകളായുള്ള സൗഖ്യം നമുക്ക് തരാൻ കഴിയും. നമ്മുടെ ആ സൗഖ്യം തരാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിനൊപ്പം തന്നെ ചില അതായത് ദൈവം നിശ്ചയിക്കുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ സിസ്റ്ററിന്റെ വിശ്വാസത്തിൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സിസ്റ്ററിന്റെ അനുഭവത്തിൽ എന്ന് പറയുമ്പോൾ ഈ ട്രീറ്റ്മെന്റിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെന്റ് ഇല്ലാതെ ദൈവത്തെ അനുഭവിക്കാൻ രണ്ടിലും വലിയ പ്രാധാന്യതയുണ്ട്. കാരണം ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴും എത്രയോ പേർക്ക് സക്സസ് ആകുന്നില്ല. പിന്നെ അതിന്റെ ആഫ്റ്റർ എഫക്ട്സും അല്ലെ ഈ പറഞ്ഞ പോലെ മനസ്സ് തന്നെ പതറിപ്പോകുന്നവരുണ്ട്. എല്ലാം കൊണ്ടും ഡെസ്പായി പോകുന്നു, കുടുംബം മുഴുവനായിട്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കുടുംബത്തിൽ തന്നെ എല്ലാവരിലും ഒരു സമാധാനം വരുത്താൻ സിസ്റ്റർ കഴിഞ്ഞു. ഞാൻ മോളോട് സംസാരിച്ചിട്ടുണ്ട്. മോൾ വളരെ ബോൾഡായിട്ട് നിന്നാണ് സംസാരിച്ചത്. കാരണം അമ്മ ബലപ്പെട്ടിരിക്കുന്നു, അമ്മയുടെ വാക്കുകളിൽ അമ്മ ബലപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മോൾക്കും ടെൻഷനില്ല. ആ ഓപ്പറേഷൻ കഴിഞ്ഞ് അടുത്ത് വരുന്ന ആഴ്ചകളിൽ ഞാൻ സംസാരിച്ചു മനസ്സിലായി കുഞ്ഞിന് പോലും മനസ്സിന് പതറാത്ത രീതിക്ക് ബലപ്പെടുത്താൻ സിസ്റ്ററിന് കഴിഞ്ഞു. അതായത് രോഗിക്ക് കഴിഞ്ഞു, മറ്റുള്ളവർ ദൈവത്തിന്റെ വീട്ടിലേക്ക് പോയാണ്. പക്ഷെ നമ്മൾ രണ്ട് ധ്രുവത്തിലാണ് നിൽക്കുന്നത്. ഞാൻ
ട്രീറ്റ്മെന്റ് ഇല്ലാതെ ഇതുവരെയും ദൈവത്തിന്റെ കൃപയാൽ സൗഖ്യം അനുഭവിച്ച ആളാണ്. സിസ്റ്റർ ട്രീറ്റ്മെന്റ് എടുത്തു. പക്ഷെ ഞാൻ കേട്ട ഒരു കാര്യത്തില് സിസ്റ്റർ കർത്താവിനോട് ചലഞ്ച് ചെയ്തു. അത് ട്രീറ്റ്മെന്റ് ഇല്ലാതെ സിസ്റ്റർ സൗഖ്യമാക്കി തരുകയും ചെയ്തു ദൈവം, അല്ലെ? ഈ അദ്ദേഹത്തിന് സെപ്റ്റംബർ മാസം ഫസ്റ്റ് എനിക്ക് ഡയഗ്നോസ് ചെയ്തപ്പോൾ, ഞാൻ MRI ചെയ്തപ്പോൾ എനിക്ക് MRI റിപ്പോർട്ട് വന്നത് എപ്പിഗാസ്ട്രിക് ട്യൂമർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഡയഗ്നോസിസ് വന്നത്. ആ ട്യൂമർ അവര് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അത് കീമോതെറാപ്പിക്ക് റെസ്പോണ്ട് ചെയ്യാത്ത, പ്രോപ്പറായിട്ട് സർജറി ചെയ്താൽ പോലും എടുത്തു കളയാൻ പറ്റാത്ത ഒരു ട്യൂമർ ആയിട്ടാണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ഞാനൊരു ക്രിട്ടിക്കൽ, അതായത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂമറാണ് എന്റെ JY ജംഗ്ഷൻ, അതായത് നമ്മുടെ എപ്പിഗാസ്ട്രിക് ലെവലിന്റെ അവിടെ JY ജംഗ്ഷനിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂമറാണ്, കീമോതെറാപ്പിക്ക് റെസ്പോണ്ട് ചെയ്യാത്ത അങ്ങനത്തെ ഒരു ട്യൂമർ ആണെന്നാണ് ഡയഗ്നോസിസ് വന്നത്. അപ്പോഴ് ജയോത്സവം ചർച്ചില് കൺവെൻഷൻ നടക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരുന്നു. ഫാസ്റ്റിംഗ് പ്രയറിന്റെ ലാസ്റ്റ് ഡേയിലാണെന്ന് തോന്നുന്നു പാസ്റ്റർ KC ചെറിയാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേനും ദൈവത്തിന്റെ കാൽവരിയിലെ ആ സഹനത്തെ കുറിച്ചാണ് പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. കർത്താവിനേറ്റ അടിപ്പിടലുകളുടെ സൗഖ്യം എന്റെ മേൽ വ്യാപരിച്ച് ആ സമയത്താണ്. ആ പ്രസംഗത്തിന്റെ ഇടയിൽ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. പ്രാർത്ഥന, പാസ്റ്ററിന്റെ പ്രാർത്ഥനയൊക്കെ എനിക്ക് ആ ശുശ്രൂഷ ഞാൻ ഏറ്റെടുത്തു. എനിക്ക് സൗഖ്യം വ്യാപരിച്ചു. പിന്നീട് ഞാൻ RCC കടന്നുപോയപ്പോൾ അവര് പറഞ്ഞു MRI വേണ്ട, നമുക്ക് CT സ്കാൻ വിത്ത് കോൺട്രാസ്റ്റ് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ CT സ്കാന്റെ റിപ്പോർട്ട് വന്നപ്പോൾ എനിക്ക് എപ്പിഗാസ്ട്രിക് ട്യൂമർ ഇല്ല. ഫസ്റ്റ് ഡയഗ്നോസിസ് ആയിട്ടുള്ള ട്യൂമർ എനിക്കില്ല. അതിന് പകരമായിട്ട് എനിക്ക് ഓവറിക്കകത്താണ് ചെറിയ ട്യൂമർ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഡയഗ്നോസിസ് വരാൻ കാരണമായി തീർന്നു. അതായത് ഇപ്പൊ ഓവറിക്കകത്തുള്ള ട്യൂമർ പോലെ അല്ലെങ്കിൽ ആ ക്യാൻസറിന്റെ പ്രയാസം പോലെ ആയിരുന്നില്ല മറ്റേത്. അത് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുമില്ല. അതിന്റെ ആ മുന്നോട്ടുള്ള ഇപ്പൊ സർജറി ചെയ്താൽ തന്നെയും നമ്മുടെ ഡെയിലി ലൈഫ് വളരെ പ്രയാസമുള്ളതായിരിക്കും. ഭക്ഷണം കഴിക്കാനോ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഒത്തിരി നമ്മൾ സഫർ ചെയ്യേണ്ടതായിരിക്കും. പക്ഷെ അതിനെക്കാട്ടിലുമൊക്കെ ദൈവം, ഞാൻ ഈ ശോധനയിൽ കൂടെ കടന്നു പോകണം എന്നുള്ള ദൈവഹിതമായതുകൊണ്ട്, പക്ഷെ എന്നെ ഒത്തിരി കഷ്ടപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ടും എനിക്ക് അതിലേക്ക് ദൈവം എനിക്ക് അതിന്റെ ആ ഡിഗ്രി കുറച്ച് എനിക്ക് മനസ്സിലായത്, അതായത് നമ്മളെ കൊണ്ട് കഴിയാത്തത് ദൈവം എടുത്തു മാറ്റി. ശരീരത്തിൽ ഇത് രണ്ടും ഉണ്ടായിരുന്നു അല്ലെ? ഒരേ ശരീരത്തില് ഒരു ഭയങ്കര അപകടം പിടിച്ച ട്യൂമറും മറ്റൊരു ട്യൂമർ. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ മാനുഷികമായിട്ട് സിസ്റ്ററിന് കുവൈറ്റിലാണേലും ഇന്ത്യയിലാണേലും ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുന്നിടത്തുള്ളത് മാറ്റിയില്ല, സൗഖ്യമാക്കിയില്ല. പക്ഷെ മനുഷ്യന് ചെയ്താൽ അപകടമാകും, ഭാവിയിൽ സിസ്റ്ററിന് പുഞ്ചിരിക്കാൻ പറ്റില്ല എന്നുള്ളത് ദൈവം തന്നെ എടുത്തു. ഭയങ്കര അത്ഭുതമാണ്. എനിക്ക് ആ സാക്ഷ്യം ഭയങ്കരമായിട്ട് ഞാൻ ഉറങ്ങുമ്പോഴൊക്കെ ചിന്തിച്ചു. ശരിയാണ്, നമ്മള് മനുഷ്യർക്ക് അസാധ്യമാണ്, പക്ഷെ ദൈവത്തിന് സകലതും സാധ്യം. എന്നോട് പല ഡോക്ടേഴ്സും കൈയൊഴിഞ്ഞ കാര്യങ്ങളിലായിരുന്നു എന്റെ കുടുംബത്തിൽ ഓരോ ഡെലിവറൻസ് ചെയ്തതാണ്. ട്രീറ്റ്മെന്റ് വേണ്ടെന്നോ മെഡിസിൻസ് ഉപയോഗിക്കേണ്ടെന്നൊന്നും ഞാൻ ആർക്കും പറയില്ല. പക്ഷെ കർത്താവ് ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെ? ആവശ്യം അനുസരിച്ച്, നമ്മുടെ വിശ്വാസം അനുസരിച്ച്. നമുക്കിപ്പോ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കാം, നമുക്ക് അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം. സിസ്റ്ററെ സംബന്ധിച്ച് ഒരു നഴ്സായിട്ട് പ്രത്യേകിച്ചും ക്യാൻസറിന്റെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതുകൊണ്ട് സിസ്റ്ററിനെ ഒരു കെയർ കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു 50% സാധ്യതയുണ്ട്. എന്നാൽ 50% ഒന്നും ആയിരുന്നില്ല, 100% ദൈവം സിസ്റ്ററിന് വേണ്ടിയിട്ട് അവിടെ ഒരുക്കി. പക്ഷെ അതിനേക്കാൾ വലിയ അത്ഭുതമാണ് ആർക്ക് ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റാത്തതിനെ ദൈവം മാറ്റി. ഇതിനകത്ത് എനിക്ക് വേറൊരു സിസ്റ്ററിനെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം, സിസ്റ്ററിന് ക്യാൻസർ വരുന്നതിന് മുന്നേ നമ്മൾ പരിചയപ്പെട്ടിട്ട് ഒറ്റ ദിവസം നമ്മൾ സംസാരിച്ചുള്ളൂ. പക്ഷെ അന്ന് സംസാരിക്കുന്ന സിസ്റ്റർ പറഞ്ഞു, എന്റെ പ്രശ്നത്തിനും ഞാൻ ചെയ്യുന്നത് വിശുദ്ധ ബൈബിളിൽ ഒരു വചനം ചോദിക്കുന്നു. എനിക്കും അങ്ങനെ ഒരു ഹോബിയുണ്ട്. ഹോബിയാണെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല. ഞാൻ ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും കർത്താവിന് ഉപയോഗിക്കുന്ന എനിക്ക് വചനം വേണം. വചനം തന്നു കഴിയുമ്പോൾ ഞാൻ പറയും, ഇതെനിക്ക് കർത്താവ് തന്നാണെന്ന് ഉറപ്പാക്കുന്ന ഒരു വചനമാണ്. ഇങ്ങനെ ഞാൻ എപ്പോഴും പറയും. അപ്പൊ ഞാൻ ഇത് എന്റെ സ്വഭാവമായിരിക്കും ഞാൻ ചിന്തിച്ചു. പക്ഷെ സിസ്റ്ററെ പരിചയപ്പെട്ടപ്പോ സിസ്റ്റർ പറഞ്ഞു, ഞാൻ എന്റെ കർത്താവിനോട്. അപ്പൊ ഞാൻ ആലോചിച്ചു, കർത്താവ് അപ്പൊ അങ്ങനെ വേറെ ആൾക്കാരുണ്ട്. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനല്ലാതെ സിസ്റ്ററിന് അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് പറയാം.
ഞാൻ അത് പറയുവാണെങ്കിൽ ഞാൻ ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിഞ്ഞ നാൾ തൊട്ട് ദൈവത്തിന്റെ വചനം എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അടിയുറച്ചൊരു വിശ്വാസം ദൈവവചനത്തിൽ എനിക്കുണ്ട്. ഞാൻ ഏതൊരു കാര്യം, ഈവൻ എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് മുൻപായിട്ടും ദൈവവചനം എടുത്ത് പ്രാർത്ഥിച്ചു പോയാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത്. അങ്ങനെ ഓരോ വിഷയങ്ങൾക്ക്, എന്റെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ എക്സാമിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം, ഏതൊരു വിഷയം എന്റെ മുന്നിൽ വന്നാലും മുന്നോട്ട് ഞാൻ ദൈവവചനത്തെ എടുക്കും. ദൈവവചനം എടുത്ത് അതെപ്പോഴും ഉരുവിട്ടുകൊണ്ട് നടക്കും. ഏതൊരു കാര്യത്തിനും ഞാൻ ദൈവവചനം ഉരുവിട്ടുകൊണ്ട് നടക്കും. അതിൽ ആഴമായിട്ടങ്ങ് വിശ്വസിക്കും. എന്റെ കർത്താവിന്റെ വചനത്തെ ഞാൻ മുറുകെ പിടിക്കും. എത്ര പ്രയാസമുള്ള, എത്ര മനുഷ്യർക്കൊന്നും സാധ്യമല്ലാത്ത ദൈവത്തിന്റെ വചനം പ്രവർത്തിച്ചതാണ് എന്റെ ജീവിതത്തിലുടനീളം ഞാൻ നോക്കിയത്. ഇയ്യോബിന്റെ പുസ്തകത്തില് ഒരു വചനമുണ്ട്, 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. അതുപോലെ തന്നെ 37:5 പറയുന്നു, ദൈവം തന്റെ നാദം അതിശയമായി മുഴക്കുന്നു, നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ ചെയ്യുന്നു. സ്തോത്രം. ഇതെന്റെ ജീവിതത്തിൽ എപ്പോഴും എനിക്ക് ഭയങ്കര ഫലമായിരുന്നു. ഞാൻ എന്റെ സർജറിയുടെ സമയത്തൊക്കെ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച വിഷയമാണ്, കർത്താവ് ഇതെങ്ങനെ ഈ സർജറി ചെയ്യുന്നേ, ഇത് ആരാ ചെയ്യുന്നേ, ഇതൊന്നും എനിക്കറിയില്ല, അവരെങ്ങനെ അവർക്ക് എത്രമാത്രം ഇതിനെക്കുറിച്ച് നോളജ് ഉണ്ടെന്ന് നേരത്തെ. പക്ഷെ കർത്താവാണ് ഇത് ചെയ്യുന്നത്. കർത്താവ്, നമ്മൾ ഈ വചനത്തിൽ വായിച്ചതുപോലെ അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്ന ദൈവമാണ്. അപ്പൊ കർത്താവിന്റെ ആ അത്ഭുതം ഞാൻ എപ്പോഴും ഞാൻ എന്റെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടായിരുന്നു. കൊടുത്തിരുന്നു നല്ലൊരു വചനത്തെ. അതെ, ഞാൻ ഒരു വചനം പ്രത്യേകമായിട്ട് ഞാൻ ഏറ്റെടുത്തു. 37:14 പറയുന്നു, ഇയ്യോബേ ഇത് ശ്രദ്ധിച്ചു കൊള്ളുക, മിണ്ടാതിരുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു കൊള്ളുക. പല ചിന്തകൾ എന്റെ ഹൃദയത്തിലേക്ക് കയറി വരുമ്പോഴത്തേന് ഞാൻ ഈ ഒരു വചനം എടുത്തു. ഇയ്യോബിന് പോലെ എന്റെ പേര് ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഈ വചനം ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. നീ മിണ്ടാതിരുന്നാൽ മതി, നിന്റെ ബുദ്ധിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം നീ ചിന്തിച്ചാൽ മതി. നീ മിണ്ടാതിരുന്ന ദൈവത്തിന്റെ അത്ഭുതത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊള്ളുക. അവൻ ഗ്രഹിച്ചുകൂടാത്ത അത്ഭുതങ്ങളെ ചെയ്യുന്നത്, ഗ്രഹിച്ചുകൂടാത്ത വൻകാര്യങ്ങളെ ചെയ്യുന്നത് ദൈവം. അങ്ങനെ എന്റെ സക്സസ് ആയിട്ടുള്ള ഒരു സർജറി ആയിട്ട് മാറുവാൻ സഹായിച്ചതാണ്. ഞാൻ പല കോംപ്ലിക്കേഷൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്ത വ്യക്തിയാണ്. പക്ഷെ അതൊന്നും ദൈവം വരുവാൻ ഇടയാകത്തില്ല. വളരെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് 2 വില കൂടിയ മെഡിസിൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ട് വന്നു. അതിനുള്ള വഴികളൊക്കെ, ഒരുങ്ങിയ വഴികൾ എന്ന് പറഞ്ഞാല് ഭയങ്കര അത്ഭുത വഴികളാണ്. മാനുഷ്യമായിട്ടുള്ള ഇടപെടലുകൾ ഇല്ലാതെ ദൈവികമായിട്ടുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടായിട്ട് ഞാൻ അവിടെ നിന്ന് പോന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് വേണ്ടി അത് ദൈവം ഒരുക്കിയ വഴികള് വർണ്ണിച്ചാൽ തീരത്തില്ല. അങ്ങനെ ദൈവത്തിന്റെ ഇടപെടൽ, അതാണ് നമുക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത്. കർത്താവ് എന്നോട് മുന്നമേ പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ശോധന വരുമെന്ന്. കർത്താവ് അത് നേരത്തെ അത് ഒരുക്കി, എന്റെ ജീവിതത്തിൽ ആ ശോധനയുടെ വഴികൾ ഒരുക്കി. പക്ഷെ അതിന്റെ പോക്ക് വഴികളും ഒരുക്കിയിട്ടാണ് എന്നെ അതിൽ കൂടെ കടത്തിവിട്ടത്. ആ പരീക്ഷയിൽ കൂടെ ദൈവം എന്നെ പരീക്ഷിക്കാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എനിക്ക് ഒരു വൃക്ഷത്തെ ചെത്തി വെടിപ്പാക്കുന്നത് കൂടുതൽ ഫലം പുറത്തു വരുവാൻ വേണ്ടിയിട്ട്. നമ്മളൊരു വൃക്ഷം വളരെയധികം പടർന്ന് വന്തരിച്ച് നിൽക്കുമ്പോൾ അതിന്റെ ശിഖരങ്ങളൊക്കെ കോതി ഒതുക്കി നമ്മൾ അതിനെ വളമിട്ട് കൊടുക്കുമ്പോഴത്തേനും അത് അടുത്ത സീസണിൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ട് ഒരു കർഷകൻ അതിനെ ചെത്തി വെടിപ്പാക്കുന്നു. എന്ന് പറഞ്ഞു കർത്താവ് എന്നിൽ നിന്ന് കൂടുതൽ ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് എന്നെ ഈ ശോധനയിൽ കൂടെ കടത്തിവിട്ടു. പക്ഷെ അതിനുള്ള പോക്ക് വഴികളും കൂടെ ഒരുക്കിയിട്ടാണ് എന്നെ ഇതിൽ കൂടെ കടത്തിവിട്ടത്. ഇതൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുമ്പോൾ ആ ദൈവസ്നേഹം ഓർത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാന് എല്ലാ ദിവസവും ഇല്ലെങ്കിലും മിക്കപ്പോഴും പല ദിവസങ്ങളിലും എല്ലാവരും ജോലിക്കൊക്കെ വീട്ടിൽ നിന്ന് കടന്നു പോയി കഴിയുമ്പോൾ ഞാൻ കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്ന് നന്നായിട്ട് ചിരിക്കും. നന്നായിട്ട് ചിരിച്ചിട്ട് ഞാൻ ദൈവത്തോട് സംസാരിക്കും. ഞാൻ ചിരിച്ചിട്ട് കർത്താവിനോട് സംസാരിക്കും. കർത്താവെ, നീ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ തന്നത് കൊണ്ട് എനിക്ക് എന്റെ ദൈവത്തെ ഒന്നുകൂടെ അനുഭവിച്ച് ഒന്നുകൂടെ രുചിച്ചറിയുവാനായിട്ട് എനിക്ക് സാഹചര്യം ഉണ്ടായല്ലോ. നീ എന്നെ ചൂസ് ചെയ്തല്ലോ കർത്താവെ എന്നോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. എനിക്കൊരിക്കലും ഒരു സങ്കടം പോലും ഇല്ല, ഒരു വിഷമവും ഇല്ല. എന്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പാട് എനിക്ക് സഹിക്കാനുള്ള കൃപ എനിക്ക് ദൈവം തന്നു. പിന്നെ അതിനോടൊപ്പം ഒരു കാര്യം, സിസ്റ്റർ മലയാളി ഡോക്ടറിന്റെ സർവീസാണ് പ്രതീക്ഷിച്ചത് അല്ലേ? പക്ഷെ കിട്ടിയത് മലയാളി ഡോക്ടേഴ്സ് അല്ല. പക്ഷെ മലയാളി ഡോക്ടേഴ്സിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കർത്താവിന്റെ കൈ കൂടെ ഇരുന്നു എന്ന് പറയാം. അതെ. എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് എല്ലാം ഈജിപ്ഷ്യൻസ് ആണെങ്കിലും
ശരിക്കും ഞാൻ അവരിലെ ദൈവത്തെ കാണുന്നുണ്ട്. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവരെന്നെ ട്രീറ്റ് ചെയ്യുന്നത്. ഞാനൊരു അപ്പോയിന്റ്മെന്റ് പോലും പ്രോപ്പറായിട്ട് എടുക്കാതാണ് അവിടെ ചെല്ലുന്നത്. പക്ഷെ എന്റെ മുഖം കാണുമ്പോഴേ അവരെന്നെ വിളിച്ച് കയറ്റി അപ്പൊ തന്നെ നോക്കി എനിക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് എല്ലാം ഒരുക്കി. അതെ അതെ അതെ. എന്റെ സർജറിയുടെ സമയത്താണെങ്കിലും എനിക്ക് ചുറ്റും ഇഷ്ടം പോലെ ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ എനിക്ക് വേണ്ടുന്ന ശുശ്രൂഷയൊക്കെ ചെയ്തു തരുവാനായിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ നാട്ടിൽ കടന്നു വന്നിട്ടും തിരിച്ചവിടെ പോയി അവിടത്തെയൊക്കെ ശുശ്രൂഷ കേൾക്കാനുള്ള ഒരു ഭാഗ്യം എന്റെ കർത്താവ് എനിക്ക് തന്നു. ഈ അവരുടെ സ്നേഹം അനുഭവിച്ചറിയാനായിട്ട് അവരെയൊക്കെ ദൈവം ഒരുക്കുന്നതാണ്. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് എനിക്ക് വേണ്ടി ചില കരങ്ങളെ, ചില ഹൃദയത്തെ എനിക്ക് വേണ്ടി ചായക്കണമേ, എനിക്ക് വേണ്ടി ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് അനുകൂലപ്പെട്ട ചില ഹൃദയങ്ങളെ കണ്ടെത്തുവാനായിട്ട് ദൈവം സഹായിച്ചു. എന്നോട് അനുകൂലമായിട്ട് നിൽക്കുന്ന, എനിക്ക് സഹായം തരുന്ന ചില വ്യക്തി ജീവിതങ്ങളെ എനിക്ക് ദൈവം അവിടെ ഒരുക്കി തന്നു. അതൊക്കെ ദൈവത്തിന്റെ കൃപയാണ്. ഞാനിതിൽ കൂടെ കടന്നു പോകണമെന്നുള്ളത് ദൈവഹിതമായിരുന്നു. പക്ഷെ എന്നെ സഹായിക്കാൻ ദൂതന്മാരെ പോലെ ചില വ്യക്തികളെ ദൈവം ഒരുക്കി. എനിക്ക് തോന്നുന്നു ജസ്റ്റ് വീട്ടിലെ ഭക്ഷണ ക്രമീകരണം പോലും കൂടെ വർക്ക് ചെയ്തിരുന്നവർ മാത്രമല്ല അല്ലേ, അപ്പോഴവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവർ തന്നെയാണ്. പിന്നെ എന്റെ ഫ്ലാറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു ബിൽഡിങ്ങിൽ താമസിച്ച എന്റെ കൂട്ടുകാരുണ്ട്, എന്റെ ചർച്ചിൽ വരുന്നവരുണ്ട്. എങ്ങനെയാണെങ്കിലും ഇനി കഴിഞ്ഞ 6 മാസവും ഞാൻ ഒരു ഭക്ഷണം പോലും ഞാൻ കുക്ക് ചെയ്തിട്ടില്ല. എല്ലാ ഭക്ഷണവും അവർ കുക്ക് ചെയ്ത് എന്റെ ഫ്രിഡ്ജ് മുഴുവൻ നിറച്ചു വെക്കുമായിരുന്നു. എനിക്ക് എടുത്ത് കഴിക്കേണ്ട ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ എന്നെ ശുശ്രൂഷിക്കാനായിട്ട് ഹസ്ബൻഡും എന്റെ ബ്രദറിലോയും എന്റെ സുഹൃത്തുക്കളും എല്ലാം ഭവനത്തിൽ വരികയും എനിക്ക് ആവശ്യമുള്ള ശുശ്രൂഷകളെല്ലാം ചെയ്തു തരികയും ചെയ്യുമായിരുന്നു. എന്റെ കുടുംബം മുഴുവൻ എന്നോട് ഒന്നിച്ചു നിന്നു. അതാണ് എനിക്ക് ഇതിൽ കൂടെ ഇത്ര സന്തോഷത്തോടെ വിജയകരമായിട്ട് നിന്ന് പുറത്തു വരാനായിട്ട് സഹായിച്ചത്. ആരും നിരാശപ്പെടുത്തുന്ന അല്ലെ നിരാശയുടെ അവസ്ഥയിലായില്ല. ആരും നിരാശയിലേക്ക് പോകാതെ അവരെയൊക്കെ ധൈര്യപ്പെടുത്തി നിർത്തുന്ന കൃപ ദൈവം എന്റെ മേൽ പകർന്നാണ്. എന്റെ പാസ്റ്റർ എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. കീമോതെറാപ്പി എടുക്കുന്ന ഓരോ ദിവസങ്ങളിലും എന്റെ പ്രിയ സുഹൃത്തും എന്റെ വീട്ടിലെ പാസ്റ്ററും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കീമോതെറാപ്പി എടുക്കുന്ന സമയത്ത് ഫുൾ പാസ്റ്റർ ആണെങ്കിൽ എനിക്ക് ആഹാരമൊക്കെ ഒരുക്കി ആണ് കീമോതെറാപ്പിക്ക് എന്നെ വേണ്ടി ശുശ്രൂഷ ചെയ്തത്. അതുപോലെ എന്റെ നാട്ടിലുള്ള എന്റെ പാസ്റ്റർ ആണെങ്കിലും ദേവസ്വ ചർച്ചിലെ പാസ്റ്റർ ആണെങ്കിലും കുടുംബമാണെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ഡാനിയൽ പാസ്റ്ററും കുടുംബം സിസ്റ്റർ ലിസയും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും എല്ലാ ആഴ്ചകളിലും എനിക്ക് മെസ്സേജ് അയക്കുകയും ഫോൺ വിളിക്കുകയും എന്റെ ക്ഷേമം അന്വേഷിക്കുകയും എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഒരു ചെത്തി വെടുപ്പാക്കൽ കഴിഞ്ഞു. അടുത്ത ദൈവത്തിന് മുന്നിൽ നമ്മുടെ ഉത്തരവാദിത്വം ഫലം കായ്ക്കുക എന്നുള്ളത്. കായ്പിക്കുന്ന ദൈവകരങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം. ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ദൈവം തന്നിരിക്കുന്ന കൃപകളിലൊന്നായ പാട്ട് എഴുതാനുള്ള കൃപ. അപ്പൊ അത് മനോഹരമായിട്ട് അത് പാടി ആ പാട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അപ്പൊ ഇനി റിലീസ് ചെയ്യാനുള്ള ബാക്കി പാട്ടുകൾ വേഗത്തിൽ അത് റിലീസാകട്ടെ. അതോടൊപ്പം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള, എന്റെ അനുഭവത്തിൽ മനസ്സിലായിട്ടുള്ള പല ശുശ്രൂഷയാണ്. അതായത് ദൈവത്തെ അറിഞ്ഞുകൂടാത്ത ജനത്തിന്റെ മുന്നിൽ ആരും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഒരു വലിയ ശുശ്രൂഷ. അപ്പൊ അതിനാണ് സിസ്റ്ററിനെ ദൈവം നിയോഗിച്ചിട്ടിരിക്കുന്നത്. സിസ്റ്റർ അതിനാണ് കൊതി എന്ന് പറഞ്ഞത്. എത്രയും വേഗത്തിൽ ആഗ്രഹം ദൈവം സാധിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ക്യാൻസർ രോഗത്തിൽ നിന്ന് പുറത്തു വന്നിട്ടും മാനസികമായിട്ട് പുറത്തു വരാൻ കഴിയാതിരിക്കുന്നവരുമായിട്ടുള്ള സിസ്റ്ററിന് എന്താണ് പറയാനുള്ളത്? അത് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകണമെങ്കിൽ ക്യാൻസർ വരണമെന്നില്ല. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ കാലിന് തെറ്റിയാൽ നമ്മൾ മറിഞ്ഞു വീണാൽ മതി നമ്മൾ മരിക്കണമെന്നുണ്ടെങ്കിൽ. ഇനി ക്യാൻസറിനെ ഇത്രമാത്രം ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല. ഏതൊരു ശോധനയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ദൈവമാണ് നമ്മളെ നടത്തുന്നത് നിശ്ചയം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. കാരണം കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ദൈവം നമ്മളെ കരം പിടിച്ച് നടത്തും. അതിൽ കൂടെ നമ്മളെ പുറത്തു കൊണ്ടുവരാനുണ്ട്. നമ്മൾ സംശയിച്ച് നിൽക്കുകയോ നമ്മൾ അവിശ്വാസത്തോടു കൂടി ഇതിനെ നോക്കുകയോ ചെയ്യുമ്പോൾ ശത്രു അവിടെ പ്രവർത്തിക്കും. നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയും. നമ്മൾക്ക് അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ജയിക്കാൻ കഴിയില്ല. കാരണം കർത്താവ് ക്രൂശിൽ മരണം ഏറ്റെടുത്തത് നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടിയും നമ്മളെ വിടിവിക്കാനാണ്. അവന്റെ അടിപ്പിണരായ സൗഖ്യം നമുക്ക് പൂർണ്ണ സൗഖ്യം തന്നിരിക്കുക. ഏത് രോഗത്തിൽ കൂടെ കടന്നുപോയാലും പൂർണ്ണ വിശ്വാസത്തോട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ യാത്ര ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് പുറത്തു വരാൻ പറ്റും.
മനുഷ്യർക്ക് വരും. അതെ, നമ്മുടെ ജഡത്തിൽ വസിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ വസിക്കുമ്പോൾ നമുക്ക് കഷ്ടതകളുണ്ട്, രോഗങ്ങളുണ്ട്, നമുക്ക് നമ്മുടെ സാങ്കേതികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിൽ കൂടെ എല്ലാം നമ്മൾ കടന്നു പോകേണ്ടി വരാം. കാരണം ദൈവം നമുക്ക് താൽക്കാലികമായിട്ടൊരു പ്രവാസ ജീവിതം നമുക്ക് ഈ ലോകത്തിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കും. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ദൈവത്തോടു കൂടി ഒരു വാസമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കേണ്ടത്. ഈ ലോകത്തിൽ നമ്മൾ കഷ്ടത്തിൽ കൂടെ കടന്നു പോയാൽ നമുക്ക് ലഭിക്കുന്ന ആ വലിയൊരു സമ്മാനം, കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യഭവനം, അവിടെ ചെന്നെത്തുക എന്നതാണ് നമ്മുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ അതിലേക്ക് നമ്മൾ ഒരുങ്ങി പോകണം. നമുക്ക് ഇവിടുത്തെ കഷ്ടവും പ്രയാസവും ഒക്കെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളെ ഒരു മനുഷ്യൻ ജനിച്ചാൽ ഒരു ദിവസം മരിക്കും. അത് എന്നുവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ടോ അതുവരെ നമ്മൾ ജീവിച്ചിരിക്കും. ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വേണം. കർത്താവ് എന്നുവരെ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ ആ ദിവസം വരെ നമ്മൾ ജീവിക്കും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് രോഗം വരാം, പക്ഷെ അതൊന്നും നമ്മളെ തകർത്ത് കളയത്തില്ല, നമ്മളെ തീർത്ത് കളയത്തില്ല. അതിനെല്ലാം നമ്മൾ പുറത്തു വരും. പക്ഷെ നമുക്ക് വിശ്വാസമുള്ള ഒരു ഹൃദയം, കർത്താവിൽ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിക്കകത്തും നമ്മൾ പുറത്തു വരും. നമ്മൾ ധൈര്യത്തോടു കൂടി എന്തിനേയും ധൈര്യത്തോടു കൂടെ നേരിടുക. നമ്മൾ വചനമെടുത്ത് ആഴത്തിൽ അതിൽ ഉറച്ചു കഴിഞ്ഞാൽ ഒന്നിനും നമ്മളെ തകർത്ത് കളയാൻ കഴിയത്തില്ല. പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. സിസ്റ്റിനെ അസുഖം വന്നതിലൂടെ സിസ്റ്റിന് നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസത്തിന്റെ ലെവൽ ഇപ്പൊ എങ്ങനെയാണ്? ആ ലെവലിൽ തന്നെ നിൽക്കുകയാണോ അതോ വിശ്വാസത്തിൽ സിസ്റ്റിന് വളർച്ചയുണ്ടായി അനുഭവിക്കാം? എനിക്ക് വിശ്വാസത്തിൽ ഒരുപാട് ഒന്നുകൂടെ ആഴത്തില് ദൈവസ്നേഹം അനുഭവിച്ച് രുചിച്ചറിയാനുള്ള ഒരു സാഹചര്യമാണ് ദൈവം ഒരുക്കി തന്നത്. ശരിക്കും ദൈവം ഒന്നും തിന്മയ്ക്കായിട്ട് ചെയ്യുന്നില്ല, എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് ചെയ്യുന്നു. ഈവൻ നമ്മളുടെ ഒരു വ്യക്തിയുടെ വേർപാട് നമുക്ക് മറ്റുള്ളവർക്ക് വേദനാജനകമാണെന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരു നന്മയുണ്ട്. ദൈവം എല്ലാം നന്മയ്ക്കായിട്ട്, ഒരുവനെ പണിയാൻ വേണ്ടി മാത്രമേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ശോധന തരുന്നുള്ളൂ. ആ ശോധനയ്ക്ക് നമ്മൾ പുറത്തു വരുമ്പോൾ നമുക്ക് ഇരട്ടി അനുഗ്രഹമായിട്ട് അത് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നന്മ മാത്രം സ്വീകരിക്കുന്നവരായി തീരരുത്. തിന്മയാണെന്ന് തോന്നുന്നതിനെയും നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ അതിനെ നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഞാൻ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കർത്താവിനോട് ചോദിച്ചു, എനിക്ക് രോഗം വന്നത് എൻ്റെ നന്മയ്ക്കായിട്ടാണ്. കാരണം ദൈവത്തോട് ഒന്നുകൂടെ അടുക്കാനായിട്ട് എനിക്ക് സാഹചര്യം ഒരുങ്ങി. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവസ്നേഹം നന്നായിട്ട് അനുഭവിക്കുക. കർത്താവിന് എനിക്ക് ഇത്ര സ്നേഹമുണ്ടോ, ഇത്ര കർത്താവ് എന്നെ സ്നേഹിക്കാനും മാത്രം എനിക്ക് എന്താ ഉള്ളത്? ഞാൻ അത്രമാത്രം ഒന്നും ദൈവത്തോട് അടുത്തിട്ടില്ലല്ലോ, എങ്കിലും ദൈവം എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നല്ലോ എന്നുള്ള ഒരു ആത്മഹർഷം അതെന്നെ എപ്പോഴും വളരെ സന്തോഷിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു രോഗം വന്നില്ലെങ്കിൽ ഒരു പക്ഷെ ഇത്രയും അറിയാൻ പറ്റില്ല അല്ലെ? ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ അമ്മ ഓടിപ്പോയി എടുത്ത് ആശ്ലേഷിക്കുമ്പോ ആ ഒരു സന്തോഷം കിട്ടുള്ളൂ. വെറുതെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ചിലപ്പോ അങ്ങനെ എടുക്കേണ്ടി വരുന്നില്ല അമ്മയ്ക്ക്. അതെ, കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതുപോലെ സിസ്റ്റിന് ഇപ്പൊ ഇടയ്ക്കൊന്നും ഒരു ചെറിയ ബ്രേക്ക്, അതായത് ഈ 2024 സെപ്റ്റംബർ മുതൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ പീരീഡില് ഒരു വലിയ പ്രയാസം. പക്ഷെ ആ വലിയ പ്രയാസം വന്നപ്പോ ഇപ്പൊ പറയാണ്, ഞാൻ കർത്താവിന്റെ കൂടെ നടക്കുകയല്ലായിരുന്നു, കർത്താവിനെ തോളിൽ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. അതെ, കർത്താവിനെ തോളിൽ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. അത് ഞാൻ ശരിക്കും അനുഭവിച്ചായിരുന്നു. ആ സന്തോഷം സിസ്റ്റിന്റെ തലമുറകളിലേക്ക് അല്ലെ, തലമുറകൾ കൂടി അറിഞ്ഞ്, അതായത് ദൈവത്തെ ശരിക്കും അടുത്തറിയണേ എന്നുള്ളൊരു നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിന് ആ ഒരു, അതായത് ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവിപ്പിക്കുന്ന ദൈവം. അപ്പൊ കർത്താവിന്റെ വരവിന് പ്രത്യാശയോടെ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉറപ്പുകളുണ്ട്, വചനത്തിലൂടെ കിട്ടുന്ന ഉറപ്പും അതോടൊപ്പം അതിനോട് ചേർന്ന് നമുക്ക് കിട്ടുന്ന. അതെ, ഈ അനുഭവങ്ങളോടെ അനേകർക്ക് കർത്താവിനെ ജീവിക്കുന്ന ദൈവത്തെ പരിചയപ്പെടുത്തുന്ന അനുഭവം ഇനിയും ഉണ്ടാകട്ടെ. സിസ്റ്റർ ഒരു വാക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഈ സാക്ഷി അവസാനിക്കുന്നില്ല, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇനി പറയണമെന്നുണ്ട്. എങ്കിലും ഇനി ഒരു അവസരത്തിലാകട്ടെ, ദൈവം സഹായിക്കും. എന്താണ് ഒരു വചനം കൊണ്ടോ ഏത് തരത്തിലാണ് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോയാലും ദൈവവചനത്തെ മുറുകെ പിടിക്കുക. ദൈവത്തെ അവിശ്വസിക്കരുത്, ദൈവത്തെ വിശ്വസിക്കുക. നമ്മൾ
കർത്താവ് നമ്മളെ നടത്തുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ നടത്തും. ദൈവവചനം നമ്മളോട് പലയിടത്തും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അന്ത്യത്തോളം അവൻ നമ്മുടെ കൂടെ ഇരിക്കും. നമ്മുടെ കാൽ കല്ലിൽ തട്ടി പോകാതെ നമ്മളെ കരങ്ങളിൽ വഹിക്കും. ദൂതന്മാരോട് ദൈവം കൽപ്പിക്കും നമ്മളെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ദൈവം വാസ്തവമായിട്ട് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അവൻ അത് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. കർത്താവിനെ ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്ന് തന്നെയാണ്. അതിന് മറിച്ചൊരു അനുഭവമില്ല. അതുകൊണ്ട് നമ്മൾ ഉറച്ച ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മൾ ഏത് പ്രതിസന്ധികളും കടന്നുപോയി മനുഷ്യർക്ക് ആർക്കും പരിഹരിക്കാൻ പറ്റത്തില്ല. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ വിശ്വസിക്കണം, ശൂന്യതയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ്. ശൂന്യതയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ പൂർണ്ണമായും, നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ ദൈവത്തെ കേട്ടിട്ടില്ലെങ്കിലും ഒരുവനുണ്ട്, നമ്മളെ രക്ഷിപ്പാൻ ഒരുവനുണ്ട്, നമ്മളെ നടത്താൻ ഒരുവനുണ്ട്, നമ്മളെ വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പൂർണ്ണമായി ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും അവൻ നമ്മോട് കൂടെ വരും, നമ്മളെ നടത്തും. ഏത് ദുഃഖത്തിലും നമുക്ക് സന്തോഷിക്കാൻ പറ്റും. ആത്മാർത്ഥമായിട്ട് ദൈവത്തെ പിൻപറ്റുവാനും പറ്റും. ഇതാണ് എനിക്ക് എല്ലാവരോടും പറയുവാനുള്ളത്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം സിസ്റ്റർ. ിക്കുവാൻ അനേകർ ഹൃദയത്തിൽ യേശു ക്രിസ്തു രൂപപ്പെടുവാൻ തക്കവണ്ണം ഇത് കാരണമായി തീരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് കാണുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. ഇത് അനേകരുടെ ജീവിതത്തിൽ കർത്താവെ ഒരു ഹാലയിലെ കർത്താവെ വിടുതലായി വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ അവസരം ഒരുക്കിയ ശിവസിസ്റ്ററിന്റെ ചാനലിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇതിനെ അനുഗ്രഹിച്ചാട്ടെ. അനേക വ്യക്തി ജീവിതങ്ങൾ കർത്താവെ ഇനിയും കടന്നു വന്ന് ദൈവത്തെ സാക്ഷീകരിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു പോകുന്ന വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. സകല മാനവും മഹത്വവും കർത്താവിന്റെ നാമത്തിൽ ഹല്ലേലൂയ പിതാവിനെ സമർപ്പിച്ചുകൊള്ളുന്നു. ആമേൻ.